മഹാനരായ ശൈഖുൽ മശായിഖിനെ സംബന്ധിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് ഖുതുബുൽ ആലം എന്ന് അവരെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ആ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഖുതുബുൽ ആലമാണെന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മറുപടി പറയുന്നത് എന്താ? അത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഖുതുബുൽ ആലമാണ് ഞാൻ എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് സ്ഥിരതല്ലാത്ത സമയത്ത് പറഞ്ഞതാകും. ആര്? മടവൂർ ശൈഖുന. ഈ മൊയിലേര് പറയാ, അദ്ദേഹത്തിന്റെ ബുദ്ധിയല്ലേ ചെക്ക് ചെയ്യേണ്ടത്. ശൈഖുൽ മശായിഖ് ആരാ? അർസല അംബിയാ ദവി ഫാത്വാന വസ്സുദ്ഖി വത്തബ്ലീഗി വൽ ആമാന. ഏറ്റവും വലിയ ബുദ്ധികൂർമ്മതയുള്ള ആളല്ലേ മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരെ കുറിച്ച് പറയാ. അപ്പൊ ആ കുട്ടികളോട് പറയണ അയാള്, അത് ജദ്ബ് എന്ന് പേര് പറയുന്നത് മാനസിക അസ്വസ്ഥതയുള്ള അവസ്ഥ എന്നാണ്. അപ്പൊ അതും പറഞ്ഞു അയാൾ, എന്ത്, എനിക്ക് അങ്ങനെ ഒരു മാനസിക നില തെറ്റിയ അവസ്ഥ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞു. ആ പറഞ്ഞതും മാനസിക നില തെറ്റിയ അവസ്ഥയിലാവുന്നു. ഒരു മഹാനെ ഇത്രയധികം നിന്ദിച്ച ഏതെങ്കിലും ഒരു ജന്മം ഈ അടുത്ത കാലത്ത് എവിടെങ്കിലും വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവരാണ് അത്ര ആധികാരിക പണ്ഡിത സഭ. കേട്ടു നോക്കൂ നിങ്ങൾ ആ വാചകം. അങ്ങനത്തെ വിലായത്തിന് മർത്തോക്കാർ നമുക്ക് എതിരൊന്നുമില്ല. CM വലിയുല്ലാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമല്ല, കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്താവുക പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു ഓരോരാള്, മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നുമില്ല എന്ന് പറഞ്ഞു. മൂപ്പര് ഞാവും ജതുബിലാവും പറഞ്ഞു. എനിക്ക് ജന്മൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്തിനാ പറഞ്ഞ? ഒരാള് നിൽക്കുന്നില്ല. തങ്ങളെ സംബന്ധിച്ച് ഈ ആരോപണം പറഞ്ഞപ്പോ ശൈഖുന തന്നെ അതിന് പറഞ്ഞതാണ്, വെറുതെ പറയാണ്, ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്ന ആളാണ്, ലാ ജദ്ബ ഫിയ്യ. എനിക്ക് അങ്ങനെ അവര് പറയുന്ന ഒരു മാനസികാസ്വതയില്ല. അള്ളാന്റെ റസൂലിനെ മജ്നൂൻ എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് എന്ന് തിരുത്തി പറഞ്ഞ പോലെ ശൈഖുന തന്നെ പറഞ്ഞിട്ടുണ്ടത്. പക്ഷേ ആ പറഞ്ഞത് വരെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്ന് ഇവര് പറയുകയാണ്. ഇത് പറഞ്ഞിവര് മുന്നോട്ട് പോയപ്പോ ഇവരെ ശിഷ്യന്മാരെവിടെ എത്തി പറഞ്ഞ് വഹാബികളൊക്കെ തോൽപ്പിച്ചു പോയി. കർണാടകയിലെ തോക്കാ സഖാഫി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഈ അടുത്ത് മറുപടി കൊടുക്കുകയാണ്. വഹാബിക്ക്, രണ്ടും വഹാബി തന്നെ. ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ ആ വാക്ക് പറയുന്നില്ല, അയാൾ എന്നെ പറഞ്ഞോട്ടെ. അവരാ വഴിക്ക് പോയിക്കോട്ടെ. അവരാ വഴിക്ക് പോകുന്നു. നിങ്ങൾ എന്തിനാ പിന്നെ അവരെ പിന്നാലെ കൂടിയത്? അതാ ഞങ്ങൾ ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാ പിന്നെ അവരെ പിന്നാലെ കൂടിയത്? അവരെ കളിയാക്കാനും പരിഹസിക്കാനും. അവരെ വഴിക്ക് പോയിക്കോട്ടെ. ഞങ്ങളും പറയുന്നത് തന്നെയല്ലേ. അവരോടും നമുക്കുള്ള സമീപനം തന്നെയാണ്, ഭ്രാന്തന്മാരോടുള്ള സമീപനം തന്നെയാണ്. അതന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. CM വലിയുല്ലാഹി സ്വർണം ധരിച്ചാൽ അത് ഭ്രാന്ത് ബാധിച്ച സമയമാണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ പൈസ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസിക സ്ഥിതി തെറ്റിയ സമയത്താണ്, അത് ചോദ്യം ചെയ്യേണ്ടതില്ല. AP വിഭാഗത്തിന്റെ മംഗലാപുരത്തെ ജമിയത്തുൽ ഉലമയിലെ പ്രധാനപ്പെട്ട ആളാണ്. ശൈഖുനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രയോഗിച്ച പ്രയോഗം നിങ്ങൾ കേട്ടല്ലോ, ഭ്രാന്ത് ബാധിച്ച അവസ്ഥയിൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൊറോണയൊക്കെ വീണ്ടും വന്നു പോവും. ഈ ആദ്യ ടീം ഉണ്ടാകുമ്പോൾ കാവല് തേടണം അവരിൽ നിന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മിനൽ ഇൻസി വൽ ജിന്നി എന്നാണ്. ഈ ജാതിയിൽ നിന്നൊക്കെ കാവല് തേടണം. ആരാ ശൈഖുന? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നവരാണോ അവർ? പ്രത്യേകിച്ച് ഫർഇയായ മസ്അലകളിൽ. അതൊക്കെ ഇമാം ഷഅറാനി എത്ര ഭംഗിയായിട്ടാ ഞാൻ നേരത്തെ കാണിച്ചെന്ന കിതാബിൽ പറഞ്ഞത്. ഞാൻ അതിലേക്ക് പോവുകയല്ല. അവരെ ഒരിക്കലും നമ്മളോട് തുലനം ചെയ്യരുത്. അവർക്ക് അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശമുണ്ട്. അവർക്ക് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിർദ്ദേശമുണ്ട്.
അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ല കൊടുത്ത പേരുകൾക്ക് എന്താ അതിന്റെ പവർ? ഗൗസുൽ ആദം എന്ന് ആരാ പേര് കൊടുത്ത്? ഒരു സഭ കൂടി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചതാ. ഗൗസുൽ ആദം എന്ന് അല്ലാഹ് വിളിച്ചോവർ എന്നല്ലേ മാലയിൽ പറഞ്ഞത്? യാ ഗൗസുൽ ആദം എന്ന് അല്ലാഹ് വിളിച്ചോവർ. സുൽത്താനുൽ ആരിഫീൻ എന്ന് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾക്കുള്ള പേരാണ്. ഖുതുബുൽ ആലം എന്നും അവർക്ക് പേരുണ്ട്. ഇതാര് കൊടുത്തതാ? അല്ലാഹു നേരിട്ട് കൊടുത്തതാ. ഖുതുബുൽ ആലം എന്നത് അത് ആരെങ്കിലും കൊടുത്ത പേരല്ല, അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശത്തിലാണ് ഔലിയാക്കന്മാർക്ക് പേര് കൊടുക്കുന്നത്. ഔലിയാക്കന്മാർക്കല്ല, ആ കാലത്തുള്ള ഉലമാഇന് വരെ. ഫസാലി ഇമാമിന് ആരാ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പേരിട്ടത്? ഏതോ 4 ശൂറ കൂടിയിട്ടതാ. സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ തങ്ങൾക്കാരാ പേരിട്ടത്? സൂറട്ടതാ. ഇസ്സുദ്ദീൻ ബിനു അബ്ദുസ്സലാം തങ്ങൾക്ക് സുൽത്താനുൽ ഉലമാ എന്ന് പേരിടുന്നത് അബുൽ ഹസനു ഷാദുലി തങ്ങളാ. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പേരിടുന്നത് അവരെ മശായിഖന്മാരാ. ആരുടെ നിർദ്ദേശത്തിൽ? അള്ളാഹുവിന്റെ നിർദ്ദേശത്തിൽ, ഹബീബായ തങ്ങൾ വഴി. ഇവിടെ ഏറ്റവും വലിയ സംഭവം താരങ്ങള്, ഈ പേരിന് ഒരു വിലയില്ല. ബൽക്ക് പേരെന്തും പറയും. ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒരു പ്രശ്നം തന്നെ, നേരത്തെ നിങ്ങൾ സുൽത്താനുൽ ഉലമ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ സുൽത്താനുൽ ഔലിയാന്നും ശൈഖുൽ മശായിഖ് എന്നും ഖുതുബുൽ ആലം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കത് പറയാൻ സമ്മതം ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിപ്പോയിട്ട് മകനും ശിഷ്യനും വേണ്ടി അവർ ഈ തോന്നിവാസൊക്കെ പറഞ്ഞപ്പോൾ മൗനം പാലിച്ചാൽ അത് പിന്നെ ഉള്ള പോലെ പറയാം. അവിടെ ഉയർത്തൊന്നും വേണ്ടല്ലോ. കാന്തപുര ബൂക്കർ മുസ്ലിയാ എന്ന് പറഞ്ഞാൽ പോലെ അതിനല്ലേ പിള്ളേ ഉള്ള പോലെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കാരായി ഈ സ്ഥാനപ്പേര് നൽകുന്ന ആള്, അത് ഞങ്ങൾക്ക് അറിയേണ്ടിയുണ്ട്. നിങ്ങളിങ്ങനെ നോക്കും, എന്താ ഇപ്പം മൂപ്പർക്ക് പേരിടാ? ഇന്ന പേരായാലും അല്ല, അത് മറ്റേ തങ്ങൾക്കുണ്ട്, എന്നാ ഇതിടാ. ഇങ്ങനല്ലേ പേരിടുന്ന രൂപം. ഇതൊക്കെ ആര് അനുവദിച്ചതാണ്? അതിന് നിങ്ങൾ ശംസുൽ ഉലമ എന്ന് പറയുന്ന ആ പേരൊന്ന് നോക്കി. നിങ്ങൾ ആത്മകഥ ഉണ്ടാവും അവിടെ. അതാണ് ശംസുൽ ഉലമ എന്നുള്ള പേര്. കാലഘട്ടത്തിലെ മശായിഖന്മാരൊക്കെ അംഗീകരിച്ച് വിളിച്ച പേരാണ്. ആ പേരിന്റെ ഒരു ആ ഒരു ഇസ്സത്ത് എതിരാളികൾ പോലും ആ പേര് പറയുന്നു എന്നതാണ്. ഇതിപ്പോ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് ആരാ പറയാ? ഇന്ത്യക്കാർ മൊത്തം പറയുന്നുണ്ടോ? ഇന്ത്യക്കാർ പോട്ടെ, കേരളക്കാർ മൊത്തം പറയുന്നുണ്ടോ? ഇല്ല. മൂപ്പര് ഗ്രൂപ്പിലെ മൂപ്പര് അംഗീകരിക്കുന്ന വളരെ ചെറിയ ഒരു വിഭാഗം. അതല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ അതിന്റെ ശരി. സുൽത്താനുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ അതിൽ ഇനി ആരും അംഗീകരിക്കാത്ത ആരുമില്ല. ഏത് ഭരണാധികാരി ഇന്ത്യയിൽ വന്നാലും അവിടെ പോയിരിക്കണം. അതാണ് ഖാജാ അജ്മീർ ഖദ്ദസല്ലാഹു സിറഹു. അതിനൊക്കെ എങ്ങനെ ചെയ്യുന്നു? കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥയിൽ ശംസുൽ ഉലമയെ പരിചയപ്പെടുത്തുന്നത് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. അപ്പൊ ആ പേരിന്റെ കബൂലിയത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കബൂലിയത്ത് അഥവാ സ്വീകാര്യത. ഇതങ്ങനെ അങ്ങോട്ട് പൈസ കിട്ടുന്ന സാധനമല്ല. ഇത് കൊടുക്കേണ്ടവർ കൊടുക്കണം. അത് അസ്ഹാബുൽ വഖത്തുകളായ കാലഘട്ടത്തിലെ മശായിഖന്മാർ ശരിവച്ച് കൊടുക്കേണ്ടതാണ് കബൂലിയത്ത്. കൊടുത്തിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാം? സാധാരണക്കാരും പൊതുജനങ്ങളും നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചാ പേര് പറയുന്നുണ്ടാവും. ശംസുൽ ഉലമ ഈ നിലയിൽ കാന്തപുര അബൂബക്കർ മുസ്ലിയാർക്ക് പോലും തർക്കല്ല. അതേ സമയത്ത് സുൽത്താനുൽ ഉലമ അംഗീകരിക്കുന്ന എത്ര ആളുകളുണ്ട്? അപ്പുറത്തൊരാൾ പറയും അത് സുൽത്താനുൽ ഉലമയാണ്. ഇ.കെ. ഉസ്താദ് ആണല്ലോ പേര് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെച്ച് കൊടുക്കേണ്ടിയിരുന്നത്. ഇ.കെ. ഉസ്താദ് എന്താ പറഞ്ഞത് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കുന്നുണ്ട്. സുന്നിയാണെന്ന് പോലും അംഗീകരിക്കാൻ പറ്റൂല എന്നാണ്. അവിടെയാണ് മൂപ്പരെ കാര്യമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഗ്രാൻഡ് മുഫ്തി ആയാലും സുൽത്താനുൽ ഉലമ ആയാലും ഇതൊക്കെ വളരെ കുറഞ്ഞ 3-4 ആളുകൾ. അത് തന്നെ പറയുന്ന പലർക്കും അതിൽ വിശ്വാസമില്ല.
ഇപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ വെറുതെ പറയാണ് സുൽത്താനുൽ ഉലമ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ആ പറഞ്ഞ അബൂബക്കർ മുസ്ലിയാർ, ഞാൻ ബാക്കി പറയണില്ല, അത്രയും തെറിയാണ് എൻ്റെ കയ്യിലൊക്കെയുള്ള ക്ലിപ്പുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഐല ഫാസിഖ് എന്നാ പറയുന്നത്. എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി സുൽത്താനുൽ ഉലമ എന്ന് പറയും ചെയ്യും. അത് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ കയ്യിൽ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ലല്ലോ. അപ്പൊ ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെ? അള്ളാഹ് നേരിട്ട് വെച്ചു കൊടുക്കുന്ന ചില പേരുകളുണ്ട്. ആ പേരാണ് സുൽത്താനുൽ ഔലിയാ, അതുപോലെ തന്നെ ഖുതുബുൽ ആലം, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ. ഇനി ഔലിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാരുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർ വെച്ചു കൊടുക്കുന്ന പേര്, അതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം, അതേപോലെ സുൽത്താനുൽ ഉലമ. ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് വെക്കാൻ ആരാ അധികാരം തന്നത്? എത്ര പേരത് അംഗീകരിക്കും? ഇതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മളൊരു 4 ആൾ പേരിട്ടതുകൊണ്ടാവില്ല. അതാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. മഹാനായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെ സംബന്ധിച്ച് ഒരു കാലത്ത് ശൈഖുൽ മശായിഖാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ പറഞ്ഞ് ഭ്രാന്തിലേക്ക് ചേർക്കുന്നത് കാണുമ്പോ ശൂറയാണ് ഞങ്ങളെ ശൈഖ് എന്ന് പറഞ്ഞതിന്റെ പരിണിത ഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈഖുനായിട്ട് ബന്ധപ്പെട്ട ഒക്കെ വെട്ടിമാറ്റി. ഇനി എന്താ ബാക്കിയുള്ളത്? 1-2 പത്രങ്ങളുടെ കട്ടിങ് ഉണ്ട്, അതൊന്നും കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ നിങ്ങൾ? മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത. മടവൂർ കാഫില എന്ന പേരിലുള്ള ചാനലുമായോ അതിന് നേതൃത്വം നൽകുന്ന സിറാജുദ്ദീൻ ലത്തീഫിയുടെ പ്രവർത്തനവുമായോ ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ഘടകത്തിനോ കീഴ്ഘടകങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് സമസ്ത ജില്ലാ മുശാവറ അറിയിച്ചു. ആലപ്പുഴ മുശാവറന്റെ പണിയാപ്പത്. എന്ത്? മടവൂർ കാഫില എന്ന ചാനലുമായി സമസ്തക്ക് ബന്ധമല്ല. എന്താ മടവൂർ കാഫിലയുടെ ചാനലിൽ വരുന്നത്? ഇപ്പം എന്താ? നൂറുദ്ദീൻ ശതുനൂഫി തങ്ങൾ ബഹ്ജ ഉണ്ടാക്കിയ പോലെ ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ നേരിട്ട് ഒപ്പിയെടുത്ത് അത് അതിൻ്റെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചാനൽ. അദ്ദേഹത്തിന്റെ വകയിൽ പോലും ഒന്നും പറയുന്നില്ല, അനുഭവസ്ഥർ പറയുകയാണ്. ആ ചാനലുമായി ബന്ധമല്ല. ഫലം മടവൂർ ശൈഖുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അതായി പറയുന്നത്. ഇനി കണ്ടില്ല കുത്തുബുൽ എന്നാണെന്നാണ് നമുക്ക് എടുക്കി. അതാ ഈ ബുക്ക് ഞാൻ പറഞ്ഞു, മടവൂർ CM സെന്റർ പുറത്തിറക്കിയതാണ്. വിതരണം SYS ബുക്ക് സ്റ്റാൾ കോഴിക്കോട്. സിറാജ് എടുക്ക്, സിറാജ് എൻ്റെ വാർത്ത ഒന്ന് കൊടുക്കണോ? സംഘടനകൾക്ക് ബന്ധമില്ല. ഖുതുബുൽ ആലം എന്ന പേരിൽ CM വലിയുല്ലാഹിയെ കുറിച്ച് ഇറക്കപ്പെട്ട പുസ്തകത്തിൽ സത്യവിരുദ്ധമായ പല കാര്യങ്ങളും ഉള്ളതിനാൽ ഈ പുസ്തകവുമായി സുന്നി പ്രസ്ഥാനത്തിന് സംഘടനയ്ക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതാണ്. അപ്പൊ ഇത് എഴുതിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജദ്ബിലായിരുന്നു. ഇതിനാമുക എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാ. ഇത് വിറ്റ് പൈസ ആക്കിയിട്ട് പിന്നെ അവർക്ക് തോന്നുന്നു അതിലുള്ളത് ശരിയല്ല. അതാ മറ്റേ ആൾ കുറ്റാടിന്ന് വന്ന് പറഞ്ഞു കൊടുത്താ? അതോ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം നിങ്ങളോട് പറഞ്ഞു അതിൽ കുഴപ്പമുണ്ട്? അതോ നിങ്ങൾ മാറിയതോ? നിങ്ങൾ മാറിയപ്പോൾ കാലഘട്ടത്തിൽ ഔലിയാക്കന്മാർ നിങ്ങൾക്ക് തന്നിരുന്ന പിന്തുണ പിൻവലിച്ചു. അപ്പൊ സുൽത്താനുൽ ഉലമ ഉസ്താദായി, ഉസ്താദ് കാന്തപുരബൂക്കർ മുസ്ലിയാരായി. കുഴപ്പം പരിശോധിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ നല്ല മരണം പോലും കിട്ടുകയില്ലെന്ന അതിശക്തമായ പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഭയപ്പെട്ട് തിരുത്തിയാൽ നിങ്ങൾക്ക് നന്നായി. ഇതൊന്നും മശായിഖന്മാർക്ക് നിങ്ങൾ ആരും സപ്പോർട്ട് ആവശ്യമില്ല, അത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ആലിമിന്റെ സപ്പോർട്ട് കിട്ടിയിട്ട് ഒരു വലിയന്റെ വിലായത്ത് സ്ഥിരപ്പെടുത്തുക, അങ്ങനെ ഒരു സംഭവമില്ല. തിരിച്ചുണ്ട്. ഇനി കണ്ടില്ല നിങ്ങൾ, നമ്മളെ ഇതൊന്നും കൂടി എടുക്കും. ആത്മകഥയുടെ അതാ എൻ്റെ സിറാജ് കൊണ്ടുവരും. കണ്ടില്ല നിങ്ങൾ? സിറാജ് പത്രത്തിൽ ഒരു ഞായറാഴ്ച വന്ന ഫീച്ചറാ. അതിൽ എൻ്റെ ഷെയ്ഖ് നമ്മുടെ ഷെയ്ഖുനാന്ന് എഴുതിയുണ്ടോ? ഇതിലെന്താ പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ലേഖന. ഇത് ഏതാ ലേഖന? അദ്ദേഹം പറയുന്നുണ്ട്, പ്രകാശനം ചെയ്യുന്ന വിശ്വാസപൂർവം എന്ന എൻ്റെ ആത്മകഥയിൽ വരാനുള്ള ലേഖനം എന്ന് പറഞ്ഞിട്ടാണ് സിറാജ് പ്രസിദ്ധീകരിച്ചത്. അന്ന് ഈ ബുക്ക് ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്തിൽ നിന്ന്
പിണറായി വിജയൻ ഇത് പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ വന്ന സിറാജാണ് നിങ്ങൾ കണ്ടത്. ഇത് പ്രകാശനം ചെയ്തു, ഞങ്ങൾ നോക്കി വായിച്ചു നോക്കുമ്പോൾ എത്ര തെരഞ്ഞിട്ടും എൻ്റെ ഷെയ്ഖുന നമ്മുടെ ഷെയ്ഖ് എന്നുള്ള ലേഖനം തന്നെ കാണാനില്ല. കാരണം എന്താ, ഇതിലാ ഹെഡിങ് വരുമെന്ന് കണ്ട് പൊന്മളയിലും കുറ്റ്യാടിയിലുമുള്ള വ്യാജ ഫഖീഹുമാർ ചെന്ന് അത് വെട്ടിക്കളഞ്ഞു, തലയങ്ങ് വെട്ടിക്കളഞ്ഞു. ഫലം ഇവരെ ശരീഅത്ത് മൊത്തം പൊളിഞ്ഞു പാളീസായി. ദീനല്ലോ ഇവിടെ കള്ള ശരീഅത്ത്. ഞാൻ വെറുതെ പറയാണ്, അതൊക്കെ രേഖകൾ മൂലാത് പറയുന്നത്. നിങ്ങളെപ്പോലെ രേഖയില്ലാതെ ആരോപണം പറയുന്നവരല്ല ഞങ്ങൾ. രേഖകൾ വെച്ച് സംസാരിക്കുകയാണ്. മറുപടി ഉണ്ടെങ്കിൽ പറയാം. മടവൂർ ശൈഖുനെ അങ്ങ് വിമർശിച്ചപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടായി. അതെന്താണെന്നറിയോ? ശൈഖുന പഠിപ്പിച്ച സത്യമെന്ന് അവര് തന്നെ പറഞ്ഞിരുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഒന്നുകൂടി വരട്ടെ, അദ്ദേഹം പറയട്ടെ. നിങ്ങളോട് പറയട്ടെ, എന്റെ ചെറുപ്പത്തിൽ തന്നെ ബിദ്അത്തുകാരോട് കടുത്ത വിരോധം വേണം എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകളാണ്. അവിടത്തെ കാണാൻ പോകുന്ന സമയത്തൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് അതാണ്. ബിദ്അത്തുകാരെ വെറുക്കണം, അവർ ഇസ്ലാമിനെ നശിപ്പിച്ചവരാണ്, അവരെ പ്രിയം വെച്ച് പോകരുത് എന്ന് ചെറിയ കാലത്ത് തന്നെ മടവൂര് ശൈഖുന എന്നെ പഠിപ്പിച്ചത് അതാണെന്നാ പറഞ്ഞത്. ഇനി മകനും ശിഷ്യനൊക്കെ വന്ന് നാശാക്കണ ഞാൻ അടുത്ത് കാണിക്കാൻ പോണത്. സൂറ മതിയല്ലോ, പറഞ്ഞു കൊടുക്കണ ഒരു മശായിഖും വേണ്ട, അവിടെ പോകാൻ നേരമില്ല. ഏതെങ്കിലും ഒരു നാട്ടില് ഒരു ജിന്നും ഉണ്ടെങ്കിൽ അവിടെ എത്തും ചെയ്യും. ജിന്നുപ്പൻ്റെ അടുത്ത് എത്തും. ഔലിയാക്കന്മാരെ അടുത്ത് പോകാൻ നേരല്ല. അതിങ്ങനെ ക്യാമറ CCTV വെച്ച് കാത്തിരിക്കാം, മൂപ്പര് വേണ്ട പോണ് നോക്കാൻ. എന്നാൽ ആ സൂക്ഷ്മത വേണ്ടത് ഈ ജിന്നുമ്മൻ്റെ അടുത്ത് പോകുമ്പോഴായിരുന്നില്ലേ? നിങ്ങൾ നോക്കി എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ തമാശ പറയുകയാണോ? എവിടെ എത്തി ഈ സമൂഹം? ഇത്രയധികം മതപ്പതിച്ച ഒരു ടീമിനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? കാരണം എന്താ, കളിച്ചത് സെന്റർ പോയിന്റിലാണ്. ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറ. നിങ്ങൾ നോക്ക്, ചെറുപ്പത്തിൽ തന്നെ അതാ പഠിപ്പിച്ചത്. കാരന്തൂരിലെ മർക്കസ് അത് ഞങ്ങളുടെ ശൈഖുന മടവൂരി വന്ന് ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചു തന്നുണ്ടാക്കിയതാന്ന് പറഞ്ഞ അമർക്കസിൽ പിന്നെന്താ സംഭവിച്ച്? തബ്ലീഗ് ജമാഅത്തുകാരന് സ്വീകരണം. SYS സമ്മേളനത്തിന്റെ ഉദ്ഘാടനം, ഇംഗ്ലീഷ് ഖുത്ബ ഓതുന്നാൾ, അതൊക്കെ ഈ അടുത്ത് സംഭവിച്ചല്ലേ. എന്താ സംഭവം? മകനൊക്കെ വന്നപ്പോ ആ നയ അങ്ങോട്ട് മാറ്റി. മകനും ഇന്റർനാഷണൽ ബിസിനസ്മാനുമായ ഹക്കീം അസ്ഗരി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബിദ്അത്തുകാരോടുള്ള ബന്ധമൊക്കെ വളരെ കുറഞ്ഞ ആളുകൾക്ക് അഭിപ്രായമുള്ളൂ, ഞാനൊക്കെ അതിനെതിരാണ്, ഒക്കെ തിരുത്താൻ പോവുകയാണ്, ഞങ്ങൾ ബന്ധമാകാനാ പോകുന്നത്. വാദമാണ് ഇവരുടെ. ഒന്ന് കേട്ടു നോക്കാം അഭിമുഖം. ആയിക്കോട്ടെ, എന്നാലാവാം എന്ന് മറുപക്ഷവും പറഞ്ഞാൽ ഇരിക്കാം. യുവപക്ഷം എന്നുള്ള നിലക്ക് നമുക്ക് സംഘടനകൾ മാത്രമല്ല, സമസ്തയും കാന്തപുരം വിഭാഗവും മാത്രമുള്ള ഐക്യത്തിലപ്പുറം മറ്റു മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ മുജാഹിദ് പോലെയുള്ള സംഘടനകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം അങ്ങനെയുണ്ട്. അത് പൊതുവിഷയങ്ങളിൽ എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. അതിന് ഇവിടെ ഒരു മുസ്ലിം പക്ഷം എന്നുള്ള നിലക്ക് ശക്തമായി പ്രവർത്തിക്കാൻ ഇവിടെ സമസ്ത തന്നെ മതി, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. പക്ഷെ ഈ ഐക്യം പറയുമ്പോഴൊക്കെ തങ്ങളുടെ ഓരോ വാക്കിലും വരുന്നത് വീണ്ടും വീണ്ടും അവരെ കുത്തി നോവിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഇപ്പോഴുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്, മാറണം. അത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഇത് പറയാറുള്ളൂ. ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്ന ആളുമല്ല. അപ്പൊ ഐക്യം വേണം. നമ്മൾ യുവതര എന്നുള്ള നിലക്ക് നമ്മൾ നടത്തുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട്, അതിനുള്ള ചില ഇനിഷ്യേറ്റീവ് നമ്മൾ നടത്തുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്, അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഇനി അത് മുന്നോട്ട് കൂടുതൽ ശക്തിയായി നടത്തുകയും ചെയ്യും. അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഞങ്ങൾ ശക്തിയായി നടത്തുകയും ചെയ്യുന്ന. അതാ APK എന്ന് മാത്രമല്ല, ആൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള
ബിദഅത്തിന്റെ കക്ഷികളോടുള്ള നിലപാട് ആ കുറഞ്ഞ ആളുകൾക്കേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അത് ഞങ്ങൾ ശക്തമായി അത് ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1989 കാലങ്ങളിൽ ഈ കീഴ്ശേരിയിലും പരിസരത്തും ഈ ഒരു പ്രശ്നം പറഞ്ഞ് എത്ര മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. അതൊക്കെ ഞാൻ വിവരിച്ചു തരണോ നിങ്ങൾക്ക്? ശംസുൽ ഉലമ എന്ന ഈ കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവിനെ ഇവർ ചെയ്ത ദുൽമത്രയാണ്. ഇതിന്റെ പേരിൽ ബിദ്അത്തുകാരന്റെ കൂടെ ഇരുന്നുവെന്നും ബിദ്അത്തുകാരൻ ബിദ്അത്ത് പ്രസംഗിച്ചപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇ.കെ. ഉസ്താദ് മറുപടി പറഞ്ഞില്ലെന്നും പറഞ്ഞ് ഈ നാടായ നാടൊക്കെ കുട്ടിച്ചോറാക്കി, മഹല്ല് രണ്ടാക്കി, കാലി രണ്ടാക്കി, അതുപോലെ തന്നെ ജുമുഅ രണ്ടാക്കി, ജമാഅത്ത് രണ്ടാക്കി, ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചവർ ഇപ്പൊ പറയാ ബിദ്അത്തുകാരോടൊക്കെ വ്യക്തമായ ആ ഒരു ബന്ധം വേണം, ഞാനൊക്കെ അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. എന്താ വാപ്പ അന്ന് ചെയ്യേണ്ടിയിരുന്നത്? ചെവി പിടിച്ച് പുറത്താക്കണ്ടേ മകനെ? എന്താണോ ഈ പറഞ്ഞത്? ഇത് പറയാൻ പാടുണ്ടോ എന്ന് പഠിപ്പിക്കണ്ടേ? മകനും ശിഷ്യനാകുമ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം റബ്ബർ സ്റ്റാമ്പാണ്, ഭരണം അവിടെയാണ്. കാലങ്ങൾ മുന്നോട്ട് പോയി, ഏറ്റവും ലാസ്റ്റ് എവിടെ എത്തി നിൽക്കുന്നു? SYSന്റെ സമ്മേളനം ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? ഈ അടുത്ത് നടന്ന തൃശ്ശൂരിലെ സമ്മേളനം ഒന്ന്